നമുക്ക് ചെറിയൊരു ഐഫോൺ 17 പ്രോ മാക്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് മുന്നേ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി. കാരണം ഞാൻ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് മാറ്റി. പിന്നെ ഇതിലത്തെ ഡെക്കോറുകളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഫുള്ള് ഡെക്കോറായി കഴിഞ്ഞാൽ ചാനലിൽ ബോറാവില്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ടിയായിട്ടുള്ള വിഷയത്തിൽ ഇത് തെന്നി മറന്നു. നമ്മൾ ഡെക്കോറിൻ്റെ കാര്യം പറഞ്ഞ് ഓക്കെ. നമ്മൾ ഉണ്ടാക്കണത് ചെറിയൊരു ഫോണാണ്. അപ്പോൾ ഈ ഫോൺ ഞാൻ ഉണ്ടാക്കണത് ഒരു ഓറഞ്ച് കളറിലാണ്. എനിക്ക് വൈറ്റ് കളറായിരുന്നു ഇഷ്ടം. പക്ഷേ നമ്മൾ ഈ ഐഫോൺ 17 പ്രോ മാക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഓറഞ്ച് മയമാണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓറഞ്ച് കളറിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ ക്യാമറയും ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്തു. ഇത് ഞാൻ ഇത്രയും ലേറ്റ് ആയിട്ട് ഞാൻ കുറച്ചും കൂടെ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ബോക്സ് ഉണ്ടാക്കൽ എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 മണിക്കൂർ എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റത്തെ ബോക്സ് ഉണ്ടാക്കിയത് നോർമൽ കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ എന്തോ അറിയാണ്ട് കൊണ്ട് വെച്ചപ്പോൾ അത് ചമ്മന്തി. അപ്പോൾ ഞാൻ ഈ ഐഫോൺ ഉണ്ടാക്കിയ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഈ ഒരു ബോക്സ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഐഫോണിൻ്റെ സ്ക്രീൻ ഞാൻ ബ്ലാക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അതിനൊരു ഡിസൈനിങ്ങും ചെയ്തില്ല. ബോക്സ് ഇത്തിരിയും കൂടെ പെർഫെക്ഷൻ വരുത്തണം എന്നുണ്ടായി. കാരണം ഞാൻ പെട്ടെന്നാണ് ബോക്സ് ഉണ്ടാക്കിയത്. ഫോൺ ഞാൻ പതുക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഫോൺ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ബോക്സിന് വലിയ പെർഫെക്ഷൻ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഫോൺ കാണാൻ നല്ല രസമുണ്ട്, അത് മതി. ഫോണാണല്ലോ പ്രധാനമായിട്ടുള്ള സംഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക.